പ്രണയമണിത്തൂവൽ ഭാഗം 14. പ്രിയ വിശ്വാസം വരാതെ അന്തം വിട്ടു നിന്നു. മനുവേട്ടൻ ആശ്ചര്യത്തോടെ അവൾ പറഞ്ഞതും വിനയത്തോടെ അവൻ അകത്തേക്ക് വന്നു. അവനെ കണ്ടതും എല്ലാവരും അമ്പരപ്പോടെ പരസ്പരം നോക്കി. ഗേൾസിൻ്റെ ഭാഗത്തു നിന്നും ഒരു സന്തോഷ ശബ്ദം ഉയർന്നു. നീലിമയും ആകെ ഞെട്ടി. അഭിയേട്ടൻ ഇവിടെ? അവൾ ഒന്നും മനസ്സിലാക്കാതെ നിന്നതും അവൻ നടന്നു വന്ന് എല്ലാവരെയും നോക്കി വണങ്ങി. നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങളിൽ ചിലർക്കൊക്കെ എന്നെ അറിയുമായിരിക്കും. എൻ്റെ പേര് അഭിമന്യു. ഞാനൊരു ഫാഷൻ ഡിസൈനറാണ്. ചില സിനിമകളിലും കോസ്റ്റ്യൂം ഡിസൈനറായി ജോലി ചെയ്തിട്ടുണ്ട്. ഇന്ന് മുതൽ നിങ്ങളുടെ കൂടെ ഒരു സഹപാഠിയായി ഞാനും ഉണ്ടാകും, അവൻ പറഞ്ഞു. എല്ലാവരും സന്തോഷത്തോടെ കൈയടിച്ചു. അതെ ചേട്ടാ, ഒരു സംശയം ചോദിച്ചോട്ടെ? ഒരു പെൺകുട്ടി എഴുന്നേറ്റ് നിന്നു. എന്താ, ചോദിച്ചോളൂ. ചേട്ടൻ അറിയപ്പെടുന്നൊരു ഫാഷൻ ഡിസൈനർ അല്ലേ? മാത്രമല്ല നല്ലൊരു ബിസിനസ്മാൻ കൂടിയാണ്. എന്നിട്ട് എന്തിനാ ഇപ്പോൾ ഇങ്ങനെ പഠിക്കാനായി വന്നത്? അവൻ ചിരിച്ചു. ഗുഡ് ക്വസ്റ്റ്യൻ. വേറൊന്നല്ല പെങ്ങളെ, ഫാഷൻ ഡിസൈനിങ് പഠിച്ച് അതിലൊരിടം കണ്ടെത്താമെന്ന് കരുതി ഇരുന്നപ്പോൾ പട്ടാളക്കാരനായ അച്ഛനെ അത് കുറച്ചില്ല. മകൻ പഠിച്ച് വൈറ്റ് കോളർ ജോബ് നേടണമെന്ന് അച്ഛൻ ഒരേ വാശി. ഒടുക്കം മനസ്സോടെ ഡിഗ്രിക്ക് കയറി 2 വർഷം എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി പാസ്സായി. 3-ാം വർഷമായപ്പോൾ എനിക്കിത് വയ്യേ എന്ന് പറഞ്ഞ് പുസ്തകം വലിച്ചെറിഞ്ഞ് കോളേജിൽ നിന്ന് ഇറങ്ങി ഓടിയതാണ്. പിന്നെ ലോണ് സംഘടിപ്പിച്ച് കണ്ണും പൂട്ടി ബിസിനസ് തുടങ്ങി. സംഭവം ക്ലിക്കായി. പക്ഷേ ഇപ്പോൾ ഡിഗ്രി ഇല്ലാത്ത ആമ്പിള്ളേർക്ക് ഡിമാൻഡില്ലെന്നാ സംസാരം. അതുകൊണ്ട് അതങ്ങ് എടുത്തേക്കാം എന്ന് കരുതി. അഭി പ്രിയെ നോക്കി പറഞ്ഞു. ഓ, അപ്പോൾ പ്രേമമാണോ ചേട്ടൻ്റെ ലക്ഷ്യം? ഞങ്ങളുടെ വയറ്റത്തടിക്കല്ല ചേട്ടാ, ഒരു എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു. എല്ലാവരും ചിരിച്ചു. അയ്യോ, എന്നെപ്പറ്റി അങ്ങനെയൊന്നും നിങ്ങൾ കരുതണ്ട. ഈ കോളേജിലെ എല്ലാ സഹപാഠികളും എനിക്കെൻ്റെ സഹോദരന്മാരാണ്. അങ്ങനെയേ ഞാൻ കാണൂ. ഓ, എന്നാൽ ഓക്കെ. ചേട്ടൻ വന്നേ ഇവിടെ ഇരുന്നാട്ടെ, ഒരു പറഞ്ഞു. സന്തോഷം. അപ്പോൾ ടീച്ചറെ, അപ്പം ഞാൻ ചെന്ന് ഇരുന്നോട്ടെ? അവൻ എളിമയോടെ പ്രിയെ നോക്കി. അവൾ തുറച്ചൊരു നോട്ടം നോക്കിയതും അവൻ വേഗം സീരിയസ് ചെന്നിരുന്നു. എന്നാൽ ടീച്ചർ കണ്ടിന്യൂ ചെയ്തോളൂ. അതും പറഞ്ഞ് പ്രിൻസിപ്പാൾ പുറത്തേക്ക് പോയി. പ്രിയ എല്ലാവരുടെയും ഒന്ന് നോക്കി. ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ, അതുകൊണ്ട് നമുക്കൊന്ന് പരിചയപ്പെടാം, പ്രിയ പറഞ്ഞു. പിന്നെ ഓരോരുത്തരെയായി പരിചയപ്പെടുവാൻ തുടങ്ങി. ഇടയ്ക്കിടെ അവൾ അഭിയെ നോക്കിക്കൊണ്ടിരുന്നു. ഇത് നീലിമ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അഭിയേട്ടനെതിരാ ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനം എടുത്തത്? പ്രിയയോടുള്ള സ്നേഹം കൊണ്ടാണോ? അല്ല, ഇനി ഞാനിവിടെ ജോയിൻ ചെയ്തത് അറിഞ്ഞിട്ടാവുമോ? നീലിമയുടെ മനസ്സിൽ 1000 സംശയങ്ങൾ മിന്നിമറഞ്ഞു. ക്ലാസ് കഴിഞ്ഞ് പ്രിയ നേരെ സ്റ്റാഫ് റൂമിലേക്ക് ചെന്നു. അവിടെ ചെന്ന് എല്ലാവരെയും പരിചയപ്പെട്ടു. റുബീന ടീച്ചറും മെറീനയും മഹേഷ് സാറും വിജയ് സാറും അവളോട് സൗഹൃദത്തോടെ സംസാരിച്ചു. ടീച്ചറുടെ നാട് എവിടെയാ? റുബീന ടീച്ചർ ചോദിച്ചു. കോഴിക്കോട്. ആഹാ, കോഴിക്കോട് നിന്നാണോ ഇങ്ങോട്ട് വന്നത്? അല്ല, ഇവിടെയാണോ ഹസ്ബൻഡിൻ്റെ വീട്? മെറീന ചോദിച്ചു. അവൾ ഒരു നിമിഷം ആലോചിച്ചു. ആണെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിനെ കുറിച്ച് കൂടുതൽ ചോദ്യങ്ങളുണ്ടാകും. ഒടുക്കം മനുവീട്ടനാണ് തൻ്റെ ഭർത്താവ് എന്ന് പറയേണ്ടി വരും. എൻ്റെ സ്റ്റുഡൻ്റാണ് ഹസ്ബൻഡ് എന്ന് വന്നാൽ അത് ശരിയാവില്ല. അതുകൊണ്ട് ഹസ്ബൻഡിനെ കുറിച്ച് കൂടുതലൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്, അവൾ മനസ്സിലോർത്തു. ഹലോ, എന്താ ആലോചിക്കുന്നത്? അത് ഞാൻ വേറെ എന്തോ ഓർത്തു പോയി. അല്ല, ടീച്ചർ എന്താ ചോദിച്ചേ? ഹസ്ബൻഡിൻ്റെ വീട് ഇവിടെയാണോന്ന്? ഏയ് അല്ല, നാട്ടിൽ തന്നെയാണ്. ഓ, അദ്ദേഹം എന്ത് ചെയ്യുന്നു? അത് പിന്നെ ടീച്ചറെ, ഞങ്ങൾ തമ്മിൽ ഇപ്പം അത്ര രസത്തിലല്ല. അയ്യോ, എന്തു പറ്റി? അത് പിന്നെ ചില സൗന്ദര്യപ്പടക്കങ്ങൾ. പുള്ളിക്കാരൻ എന്നെ ഭയങ്കര സംശയം. കുടിക്കുകയും ചെയ്യും. കുടിച്ചിട്ട് വന്നാൽ എന്നെ ഉപദ്രവിക്കുകയും ചെയ്യും. കുട്ടികളില്ലാത്തത് എൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് പറഞ്ഞ് എന്നെ എന്നും ഉപദ്രവിക്കും. ഒടുക്കം സഹികെട്ടി ഇറങ്ങിപ്പോന്നതാണ് ഞാൻ. അത് കേട്ട് എല്ലാവരും താടിക്ക് കയ്യും കൊടുത്ത് ഇരുന്നു. നന്നായി ടീച്ചർ ഇറങ്ങിപ്പോന്നത്. ഇങ്ങനെയുള്ളവന്മാരുടെ കൂടെ ജീവിക്കുന്നതിൻ്റെ നല്ലത് അയാളെ കൊന്ന് ജയിലിൽ പോകുന്നതാ, ജൂലി ടീച്ചർ അഭിപ്രായപ്പെട്ടു. ടീച്ചർക്ക് അയാൾ ഡിവോഴ്സ് ചെയ്ത് വേറെ കല്യാണം കഴിക്കരുതോ? ഇപ്പോൾ നല്ലൊരു ജോലിയൊക്കെ ഉള്ളത് കൊണ്ട് ഒരു നല്ല ബന്ധം തന്നെ കിട്ടും. അത് കേട്ടതും അവളൊന്ന് ഞെട്ടി. അതിനെക്കുറിച്ചൊക്കെ പിന്നീട് ആലോചിക്കാമല്ലോ, അവൾ പറഞ്ഞു. അല്ല, ടീച്ചർ ഇവിടെ എവിടെയാണ് താമസം? ഹോസ്റ്റലിലാണോ? അല്ല, എൻ്റെ അമ്മായിയുടെ വീട് ഇവിടെയാണ്, അവിടെയാണ് താമസം. ഓ ആണോ?
അപ്പോഴേക്കും ബെല്ലടിച്ചു. ബെല്ലടിച്ചു, ഞാൻ ക്ലാസ്സിലേക്ക് ചെല്ലട്ടെ. അതും പറഞ്ഞ് പ്രിയ വേഗം പുസ്തകവും എടുത്ത് സ്ഥലം വിട്ടു. പാവം ടീച്ചർ അല്ലേ, മെറീന പറഞ്ഞു. എല്ലാവരും ഒരേ സ്വരത്തിൽ മൂളി. ബ്രേക്ക് ടൈം ആയതുകൊണ്ട് ക്യാൻറ്റീനിൽ പോയി ഒരു ചായ കുടിക്കുകയെന്ന് കരുതി അബി എഴുന്നേറ്റു. ഹലോ ബ്രോ, എങ്ങോട്ടാ? 3-4 ആമ്പിള്ളേർ അവരുടെ അരികിലേക്ക് വന്നു. ഒന്നുമില്ല, ഒന്ന് ക്യാൻറ്റീനിലേക്ക്. ഓ, എന്നാൽ ഞങ്ങളും കൂടി വന്നോട്ടെ. എന്തിന്? ബ്രോയുടെ ആദ്യത്തെ ദിവസമല്ലേ, അതിന് ഫ്രണ്ട്സിന് ചിലവ് ചെയ്യുന്നത് ഒരു നല്ല കാര്യമല്ലേ? ഫ്രണ്ട്സോ? അതിന് എൻ്റെ ഫ്രണ്ട്സൊന്നും ഇവിടെ ഇല്ലല്ലോ. അതെന്താ ബ്രോ അങ്ങനെ പറഞ്ഞത്? ഞങ്ങളൊന്നും ഫ്രണ്ട്സാക്കാൻ കൊള്ളൂലേ? അവരെ സൂക്ഷിച്ച് നോക്കി. 4 പേരും നന്നായി ഒന്ന് വിളിച്ചു. കൂടുതലൊന്നും വേണ്ട ബ്രോ, ഒരു ചായ ബസ് മതി. കാലത്ത് ജോലിയൊക്കെ കഴിഞ്ഞൊന്നും കഴിക്കാതെയാണ് വന്നത്. കൂലിയാണേ ശനിയാഴ്ച കിട്ടും, അതാ. അത് കേട്ടതും അവനൊന്നും വല്ലാതെ പിന്നെ ചിരിച്ചു. ആയിക്കോട്ടെ, ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം. പിന്നെന്താ? ഞാൻ റോണി, ഞാൻ രാജീവ്, ഞാൻ ജിയോ, ഞാൻ ജിജോ, ഞാൻ പ്രയാഗ്. ഓക്കെ, എന്നാ വാ. അബി അവരെയും വിളിച്ച് ക്യാൻറ്റീനിലേക്ക് ചെന്നു. എന്താ കഴിക്കാൻ വേണ്ടത്? പൊറോട്ടയും ചിക്കനും, പിന്നെ 5 ചായ, എനിക്കൊരു പപ്സ്. അവൻ പറഞ്ഞതും 4 പേരും അന്തം വിട്ട് പരസ്പരം നോക്കി. അയ്യോ, പൊറോട്ടയൊന്നും വേണ്ട, പപ്സ് മതി. അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ഇപ്പം നമ്മൾ ഫ്രണ്ട്സല്ലേ, മാത്രമല്ല എൻ്റെ ചിലവും. അപ്പോൾ എന്ത് കഴിക്കണമെന്ന് ഞാൻ ഡിസൈഡ് ചെയ്യും, അബി കൂളായി പറഞ്ഞു. 4 പേരും വല്ലായ്മയോടെ പരസ്പരം നോക്കി. ഭക്ഷണം പെട്ടെന്ന് തന്നെ വന്നു. കഴിക്ക്. 4 പേരും വേഗം ഭക്ഷണം കഴിച്ചു. അതിൽ നിന്ന് തന്നെ അവർക്ക് നന്നായി വിശക്കുന്നുണ്ടായിരുന്നെന്ന് അവർ മനസ്സിലായി. അല്ല, നിങ്ങളൊക്കെ എവിടെയാണ് താമസം? റെയിൽവേ സ്റ്റേഷൻ കോളനിയില്ല. വീട്ടിലെന്ന് നോക്കിയാലും പ്രാരബ്ധമുള്ളൂ. പഠിച്ച് നല്ലൊരു ജോലി നേടുന്ന ഒറ്റ ആഗ്രഹത്തിലാണ് പാർട്ട് ടൈമായി പണിയെടുത്തും മറ്റും ഇവിടേക്ക് വരുന്നത്, ജിജു പറഞ്ഞു. അബിക്ക് അവരുടെ കാര്യങ്ങൾ കേട്ടപ്പോൾ വിഷമം തോന്നി. നിങ്ങൾ കഴിക്കുക, ഞാനിപ്പോൾ വരാം. അതും പറഞ്ഞ് അവൻ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് ചെന്നു. ഈ സമയം കോളേജിൽ തെമ്മാടിയായ ആദിലും സംഘവും അവിടേക്ക് വന്നു. വന്ന ഉടനെ രാജകീയ ഭാവത്തിൽ ഒരു കസേരയിൽ കയറിയിരുന്നു. ദാമേട്ടാ, നമ്മുടെ പതിവിങ്ങടുത്തേക്ക്, അവൻ വിളിച്ചു പറഞ്ഞു. അവനെ കണ്ടതും ആ 4 പേരും ഒന്നും വല്ലാതെ. ദേടാ, ആദിൽ നമ്മളെ കണ്ട് ഇപ്പോൾ ചൊറിയാൻ വരും. വേഗം കഴിച്ച് എഴുന്നേറ്റ് പോകാം, രാജി പറഞ്ഞു. അതെങ്ങനെയാണ് അവിടെ പോവുക? നമുക്ക് ഈ ഭക്ഷണം വാങ്ങി തന്നത് അഭിമന്യു സാറല്ലേ, അദ്ദേഹം വന്ന് ഒരു നന്ദി പറയാതെ എങ്ങനെ പോകുന്നത്? അത് ശരിയാവില്ല, പ്രയാഗ് പറഞ്ഞു. ഈ സമയം ആദിൽ അവരെ കണ്ടതും എഴുന്നേറ്റ് അവരുടെ അരികിലേക്ക് വന്നു. ആഹാ, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അല്ല, ഇന്നെന്താ കഴിച്ചത്? അവൻ മുന്നിലെ പ്ലേറ്റിലേക്ക് നോക്കി. ആഹാ, കൊള്ളാമല്ലോ. ഒരു നേരത്തെ കഞ്ഞിക്ക് പോലും ഭാഗ്യമില്ലെന്ന് പറഞ്ഞിട്ട് ഇന്ന് കഴിച്ചത് കണ്ടില്ലേ, പൊറോട്ടയും ചിക്കനും. അപ്പോൾ ഇത് കാര്യമായിട്ട് എന്തോ കിട്ടിയിട്ടുണ്ടല്ലോ. എന്താടാ, വല്ല കള്ളക്കടത്തോ കൊലപാതകമൊക്കെ ചെയ്തോ? അത് കേട്ടതും 4 പേർക്കും ദേഷ്യം വന്നെങ്കിലും അത് കടിച്ചമർത്തി. അതിൽ ഞങ്ങൾ അത്തരക്കാരല്ല, അധ്വാനിച്ച് ജീവിക്കുന്നവരാ. ഓഹോ, അങ്ങനെയെങ്കിൽ ഇതിലുള്ള കാശ് എവിടുന്ന് കിട്ടി? മോഷിച്ചതാണ് ആയിരിക്കും അതിൽ. ഞാൻ ഫീസ് അടയ്ക്കേണ്ട പൈസ ഇന്ന് കൊണ്ടുവന്നിരുന്നു, അത് ചിലപ്പോൾ ഇവർ അടിച്ചു മാറ്റി കാണും, രജിൽ പറഞ്ഞു. അത് കേട്ടതും 4 പേരും ഞെട്ടി. നേരാണോടാ ഈ കേട്ടത്? ആദിൽ ചോദിച്ചു. അതിൽ മര്യാദയ്ക്ക് സംസാരിക്കണം, ഞങ്ങൾക്കാരുടെയും പണം മോഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓ, പറഞ്ഞതുപോലെ നിങ്ങളൊക്കെ കോടീശ്വരന്മാരാണല്ലോ. വീട്ടിൽ കിഴക്കണക്കിന് കെട്ടി വെച്ചിട്ടുണ്ടല്ലോ ചാക്കിൽ. എടുക്കണ കാശ്, ആദിൽ മേശമേലടിച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാവരും അത് കേട്ട് എഴുന്നേറ്റ് അവരെ നോക്കി. ഞങ്ങൾ ആരുടെയും പണം എടുത്തിട്ടൊന്നുമില്ല. നിൻ്റെ പണം കാണുന്നില്ലെങ്കിൽ പോയി പ്രിൻസിപ്പാലിനോട് കംപ്ലയിൻറ്റ് ചെയ്ത് അന്വേഷിക്ക്, അല്ലാതെ ഞങ്ങളുടെ മെക്കിട്ട് കയറുകയല്ല വേണ്ടത്. വാടാ. അതും പറഞ്ഞ് ജിജു നടക്കാൻ ഒരുങ്ങിയതും ആദിൽ അവൻ്റെ തോളിൽ പിടിച്ചു. അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെയാ? കാശ് തന്നിട്ട് പോയാൽ മതി. ജിജു അവനെ തുറച്ചു നോക്കി. കൈയെടുക്കടാ, ഇല്ലെങ്കിൽ. ജിജു ദേഷ്യത്തോടെ അവൻ്റെ കൈ തട്ടി മാറ്റി. ആദിൽ ദേഷ്യത്തോടെ അവനെ നോക്കി. ഇവനോടൊന്നും ഇങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല, ഉടുതുണി വലിച്ചു കയറി നോക്ക്, അപ്പോൾ കാണാം, ഏജിൽ പറഞ്ഞു. ആദിൽ ദേഷ്യത്തോടെ ജിജോയുടെ ഷർട്ടിൽ പിടിച്ചതും പെട്ടെന്ന് അവൻ്റെ കയ്യിലൊരു പിടി വീണു. എല്ലാവരും അമ്പരപ്പോടെ നോക്കി. എരിയുന്ന കണ്ണുകളോട് അബി ആദിലിൻ്റെ കൈ പിടിച്ച് ഞെരിച്ചു. അവൻ വേദന കൊണ്ട് പൊളഞ്ഞ് ഷർട്ടിലെ പിടിവിട്ടു. എല്ലാവരും അതുകൊണ്ട് ഞെട്ടി. ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നവരെ ഇവർ.
അവർക്ക് വേണ്ടതൊക്കെ അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നേടുന്നുണ്ട്. അല്ലാതെ നിന്നെപ്പോലെ തന്തയുണ്ടാക്കുന്ന പണം ദൂർത്തടിച്ച് പൊങ്ങച്ചം കാണിച്ച് നടക്കുന്നവരല്ല. ചോദിക്കാനും പറയാനും ആരും വരില്ലെന്ന് കരുതി ഇവന്മാരുടെ മെക്കിട്ട് കയറാൻ വന്നാലുണ്ടല്ലോ. അബി താക്കീതോടെ പറഞ്ഞു. അവൻ്റെ നോട്ടത്തിന് മുന്നിൽ ആദിലൊന്ന് ഭയന്നു. അവൻ വേദനയോടെ കൈ പിടിച്ചു. അബി തിരിഞ്ഞ് രജിലിനെ നോക്കി. നിൻ്റെ പണമാണോടാ കാണാതെ പോയത്? അവനൊന്ന് വിരണ്ട്. അത് എങ്കിൽ വാ, കയ്യോടെ പ്രിൻസിപ്പാളിന് പരാതി കൊടുത്തേക്കാം. ക്ലാസ്സിൽ CCTV ക്യാമറ ഉണ്ടല്ലോ, അത് പരിശോധിച്ചാൽ കള്ളനെ പിടിക്കാമല്ലോ, അബി പറഞ്ഞു. രജിൽ നിന്ന് വിറച്ചു. എന്താടാ നിനക്കൊരു പരുങ്ങൽ? അത് പിന്നെ ക്യാഷ് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. അത് കേട്ടതും അബി അവൻ്റെ കവളിൽ കൊടുത്തു ഒരെണ്ണം. പൈസ കയ്യിൽ വെച്ചിട്ടോണാടാ ഇവർ എടുത്തു എന്ന് കള്ളം പറഞ്ഞത്, ഇവരെ അപമാനിക്കാൻ ശ്രമിച്ചത്. ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല, നടക്കടാ പ്രിൻസിപ്പളിൻ്റെ അടുത്തേക്ക്, അബി പറഞ്ഞു. രജി ഞെട്ടി. അയ്യോ എന്നോട് ക്ഷമിക്കണം, ഒരബദ്ധം പറ്റിയതാ, ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കില്ല. ക്ഷമ ചോദിക്കേണ്ടതേ എന്നോടല്ല ഇവരോടാ, പോയി ചോദിക്കി, അബി പറഞ്ഞു. അവൻ അവൻ്റെ അരികിലേക്ക് ചെന്നു. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ, എന്നോട് നിങ്ങൾ ക്ഷമിക്കണം, ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കില്ല, അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഞങ്ങൾക്കാരോടും പരാതിയില്ല, ഇനി മേലിൽ ഞങ്ങൾ ഉപദ്രവിക്കാൻ വരാതിരുന്നാൽ മതി, രാജീവ് പറഞ്ഞു. ഇല്ല ഒരിക്കലും വരില്ല. എന്നാൽ പൊയ്ക്കോ, അബി പറഞ്ഞതും രജിൽ ജീവനും കൊണ്ട് പാഞ്ഞു. അബി തിരിഞ്ഞ് ആദിലിനെ നോക്കി. അവനും വേഗം സ്ഥലം വിട്ടു. 4 പേരും അബിയുടെ അരികിലേക്ക് ചെന്നു. അവിടെ കണ്ണുകൾ നിറഞ്ഞു. ഒരുപാട് നന്ദിയുണ്ട് സാർ, ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളെങ്കിലും ഉണ്ടായല്ലോ, ഒത്തിരി നന്ദി. ഏയ് എന്താണ് ഇത്, നമ്മൾ ഫ്രണ്ട്സ് അല്ലേ, നമുക്കിടയിൽ ഇങ്ങനെ ഫോർമാലിറ്റീസ് ആവശ്യമുണ്ടോ? എന്നാലും സാർ. നോ, സാറ് വിളി വേണ്ട, നമ്മളിവിടെ സ്റ്റുഡൻസാണ്, അതുകൊണ്ട് തന്നെ അബി എന്ന് വിളിച്ചാൽ മതി, എനിക്കും അതാ ഇഷ്ടം, അവൻ പറഞ്ഞു. അത് ഞങ്ങളെങ്ങനെ അങ്ങനെയൊക്കെ വിളിക്കുക? വായോണ്ട്, അല്ലാതെ എന്തുകൊണ്ട് വിളിക്കാനാ, അവൻ പറഞ്ഞു. എല്ലാവരും ചിരിച്ചു. എന്നാൽ വാ ക്ലാസ്സിലേക്ക് പോകാം. അവർ ക്ലാസ്സിലേക്ക് നടന്നു. അല്ല അവനേതാ? അതോ, അവനാണ് ആദിൽ, അബ്കാരി കോൺട്രാക്ടർ ദിനേശ് പണിക്കറില്ലേ, അദ്ദേഹത്തിൻ്റെ മകനാ, തലതെറിച്ച സന്താനം, ഇല്ലാത്ത തെമ്മാടിത്തരങ്ങൾ ഒന്നുമില്ല, അച്ഛൻ്റെ പേര് കളയാനുണ്ടായി ഒരുത്തൻ. അദ്ദേഹത്തോർത്ത കോളേജ് മാനേജ്മെൻറ്റ് അവന് പിരിച്ചു വിടാത്തത്, അതുകൊണ്ട് ബാക്കിയുള്ള പിള്ളേർക്ക് ശല്യം. അവനെ പിടിച്ച് ആരും അവനെതിരെ ഒരു കംപ്ലൈൻറ്റും പറയില്ല, അത് അവൻ്റെ ധൈര്യം, പ്രയാഗ് പറഞ്ഞു. അബി എല്ലാം മൂളിക്കിട്ടു. ഏതാടാ അവൻ? വരാന്തയിലൂടെ നടക്കുന്നതിനിടെ കൈ പിടിച്ച് ശരിയാക്കിക്കൊണ്ട് ആദ്യം ചോദിച്ചു. അവനെ നിനക്ക് അറിയില്ലേ? അഭിമന്യു, ദ ഫേമസ് ഫാഷൻ ഡിസൈനർ, വലിയ ബിസിനസ്സുകാരൻ കൂടിയാണ്. ഡിഗ്രി പഠനം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേക്കുക, ഇന്നു മുതൽ ഫൈനൽ ഇയർ ബാച്ചിൽ, ജോൺസൺ പറഞ്ഞു. അതാണോ അവൻ്റെ അഹങ്കാരം? ഈ ആദിലാരാണെന്ന് അവൻ ശരിക്കും അറിയില്ല, അറിയിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ, അവൻ ദേഷ്യത്തോട് പറഞ്ഞു. ആദി, അവനോട് നീ മുട്ടാൻ പോകണ്ടെന്ന ഞങ്ങളുടെ അഭിപ്രായം. അവൻ സന്ദീപ് സാറിൻ്റെ അടുത്ത സുഹൃത്തു കൂടിയാണ്. എന്തെങ്കിലും പ്രശ്നം വന്നാൽ നീ ചിലപ്പോൾ കോളേജിൽ നിന്ന് പുറത്താകും, ജെബി പറഞ്ഞു. ആരായാലും എനിക്കൊരു ചുക്കുമില്ല, ഏതായാലും അവസരം വരട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. അതും പറഞ്ഞ് ആദിൽ ക്ലാസ്സിലേക്ക് കയറാൻ ഒരുങ്ങിയതും പുറത്തേക്ക് ഇറങ്ങി വന്ന പ്രിയവുമായി കൂട്ടിമുട്ടി. വീഴാൻ പോയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. ഒരു നിമിഷം ആദിൽ അവളെ നോക്കിയതും അവൻ്റെ മുഖം വിടർന്നു. ആ നോട്ടം കൊണ്ട് പ്രിയ അസ്വസ്ഥതയോടെ കൈ പിടിച്ചു മാറ്റി. സോറി, ഞാൻ കണ്ടില്ലായിരുന്നു. അവൾ താല്പര്യമില്ലാതെ മൂളി വേഗം നടന്നു. ആദിൽ അവളെ അടിമുടി വശ്യമായി ഒന്ന് നോക്കി. ഏതാടാ ആ പീസ്? അയ്യോ, അത് നമ്മുടെ പുതിയ ടീച്ചറാ, കൃഷ്ണപ്രിയ. ആരായാലും എനിക്ക് ഒത്തിരി ഇഷ്ടമായി. വല്ലാത്തൊരു ഭാവത്തോടെ അവൻ അവൾ പോയ വഴിയെ നോക്കി ചിരിച്ചു. ഉച്ചയ്ക്ക് ലഞ്ചും കഴിച്ച് ക്ലാസ് റൂമിൽ തനിച്ചിരിക്കുകയായിരുന്നു അബി. അപ്പോൾ നീലിമ അവിടേക്ക് വന്നു. അബേട്ടാ, അവളുടെ വിളിയുടെ അവൻ മുഖമുയർത്തി നോക്കി. അവൾ നിറകണ്ണുകളോടെ അവനെ നോക്കി പുഞ്ചിരിച്ചു. എന്തോ പറയാനേ അവളുടെ ഹൃദയം തുടിക്കുന്നതായി അവൻ അറിഞ്ഞു. അവൻ അസ്വസ്ഥതയോടെ മുഖം തിരിച്ചു. എന്തു വേണം? അബീറിനെന്താ എന്നോട് അന്യനെ പോലെ പെരുമാറുന്നത്? സംഭവിച്ചതൊന്നും നമ്മുടെ കുറ്റം കൊണ്ടല്ലല്ലോ, അവരെല്ലാവരും കൂടി നമ്മൾ ചതിച്ചതല്ലേ. എനിക്കറിയാം എൻ്റെ അബിയുടെ ഒരിക്കലും ഒരു പെണ്ണിനോട് മോശമായി പെരുമാറില്ല. പ്രണയിച്ച് നടന്ന കാലങ്ങളിൽ ഒരിക്കലും പോയി
ഒരിക്കൽ പോലും മോശമായ രീതിയിൽ എന്നെ ഒന്നും തൊട്ടിട്ട് കൂടിയില്ലല്ലോ അഭിയേട്ടൻ. ആ അഭിയേട്ടൻ ഒരു പെണ്ണിനെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാനും മാത്രം മണ്ടിയല്ല ഞാൻ. എനിക്കറിയാം ആൻറ്റിയെ എന്തൊക്കെയോ പറഞ്ഞ് മയക്കി അവൾ തന്നെയാണ് ഇങ്ങനൊരു കള്ളക്കഥ മെനഞ്ഞുണ്ടാക്കിയത്. നമ്മളെ തമ്മിൽ അകറ്റാൻ എല്ലാം അവളുടെ പ്ലാനാണ്, ആ കൃഷ്ണപ്രിയയുടെ. അവൾ രോഷത്തോട് പറഞ്ഞു. അവൻ അസ്വസ്ഥതയോടെ മുഖം പിടിച്ചു. നീലിമ, പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. സത്യത്തെ അംഗീകരിക്കാൻ ശ്രമിക്കുക, ഇനി അതേ ഉള്ളൂ മാർഗം. അവൻ പറഞ്ഞു. അഭേട്ടന് ഇതെങ്ങനെ പറയാൻ തോന്നുന്നു? നമ്മൾ ഒന്നിച്ചു കണ്ട സ്വപ്നങ്ങൾ, ജീവിതം, അതൊക്കെ വേണ്ടെന്ന് വയ്ക്കണം എന്നാണ്. അതെ, എല്ലാം ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ ശ്രമിക്കുക. നീയും എല്ലാം മറക്കണം. അത് കേട്ടതും അവൾ ദേഷ്യത്തോടെ കൈ ചുരുട്ടി. അഭിയേട്ടന് എല്ലാം മറക്കാൻ കഴിയുമായിരിക്കും, പക്ഷേ എനിക്കതിന് കഴിയില്ല. എനിക്കറിയാം, എങ്ങനെയൊക്കെ പറയുമ്പോഴും അഭിയേട്ടൻ്റെ ഉള്ളിൽ നീറുക. എന്നെ മറക്കാൻ ഈ ജന്മത്തിൽ അഭിയേട്ടന് കഴിയില്ല. അതുകൊണ്ടല്ലേ ഞാൻ ഈ കോളേജിൽ ചേർന്നതറിഞ്ഞിട്ട് അഭിയേട്ടന് ഇവിടെ വന്നത്. മുൻപ് ഞാൻ എത്ര തവണ അഭിയേട്ടനോട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അന്നൊന്നും അഭിയേട്ടൻ കേട്ടില്ലല്ലോ. ഇന്നിപ്പോൾ അഭിയേട്ടൻ തന്നെ അഡ്മിഷൻ എടുത്ത് വന്നില്ലേ? അത് എന്നെ കാണാനല്ലേ, എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ? അവൾ സന്തോഷത്തോടെ ചോദിച്ചു. സ്റ്റോപ്പ് ഇറ്റ് നീലിമ. ഞാൻ ഇവിടെ ജോയിൻ ചെയ്തത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനാ, അല്ലാതെ നിന്നെ കാണാനല്ല. അത് വിചാരിച്ച് നീ എൻ്റെ അടുത്ത് സംസാരിക്കാനോ പെരുമാറാനോ വരണ്ട. ഇവിടെ നമ്മൾ സഹപാഠികൾ മാത്രമായിരിക്കും. അങ്ങനെ മാത്രമേ എന്നെ കാണാനും പെരുമാറാൻ പാടുള്ളൂ, കേട്ടല്ലോ? അവൻ പറഞ്ഞു. പിന്നെ പുറത്തേക്ക് നടന്നു. നീലിമ പുച്ഛത്തോടെ അവൻ നോക്കി. നീ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല അഭിമന്യു. നിന്നെയും കൊണ്ടേ ഞാൻ പോകും. നഷ്ടപ്പെട്ടെന്ന് കരുതിയ നിന്നെ ഇപ്പോൾ ദൈവമായിട്ടാണ് എൻ്റെ മുന്നിൽ കൊണ്ടുവന്നത്. ഈ അവസരം ഞാൻ പാഴാക്കില്ല. നിന്നെയും നിൻ്റെ കുടുംബത്തിൻ്റെ പതനം കാണാതെ ഈ നീലിമ അടങ്ങില്ല, അവൾ രോഷത്തോടെ മനസ്സിൽ പറഞ്ഞു. ഈ സമയം അതുവഴി പോവുകയായിരുന്ന പ്രിയ ഇരുവരും ക്ലാസ് റൂമിൽ നിന്ന് സംസാരിക്കുന്നത് കണ്ട് അസ്വസ്ഥയായി. എന്തായിരിക്കും അവർ തമ്മിൽ സംസാരിച്ചുണ്ടാകുക? ഇനി അവളെ കാണാൻ വേണ്ടി രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തിട്ടാകുമോ ഈ വരവ്? അവൾ സംശയത്തോടെ ചോദിച്ചുകൊണ്ട് യാന്ത്രികമായി സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. ക്ലാസ് കഴിഞ്ഞതും എല്ലാവരും വീടുകളിലേക്ക് തിരിച്ചു. റുബീനയ്ക്കും മെറീനയ്ക്കും ഒപ്പം പ്രിയ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ഈ സമയം ഒരു കാർ വന്ന് അവരുടെ മുന്നിൽ നിന്നു. കാറിൻ്റെ ഗ്ലാസ് തട്ടി ആദിൽ അവരെ നോക്കി. നമസ്കാരം ടീച്ചർമാരെ. ഓ നീയോ? എന്താടാ കാറും കൊണ്ട് പതിവില്ലാതെ ഞങ്ങളുടെ മുമ്പിൽ നിർത്തിയത്? മറ്റു കൂവി വിളിച്ചുകൊണ്ട് ചീറിപ്പായാറാണല്ലോ, അതും ക്ലാസ് കഴിയുന്നതിന് മുമ്പ് തന്നെ. ഇന്നെന്തു പറ്റി കോളേജ് വിടുന്നത് വരെ ഇരിക്കാൻ? മെറീന ഗൗരവത്തോടെ ചോദിച്ചു. ഓ ഒന്നുമില്ല ടീച്ചറെ, പുതിയ ടീച്ചറുടെ ക്ലാസ് കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. ആരായാലും നോക്കിയിരുന്ന് പോകും. അത് കേട്ടതും പ്രിയ അവനെ തുറച്ചു നോക്കി. അയ്യോ, ടീച്ചറുടെ ക്ലാസ് കൊള്ളാമെന്നാണ് ഉദ്ദേശിച്ചത്. നീ അങ്ങനെ ഒന്നും ഉദ്ദേശിക്കാൻ നിൽക്കണ്ട. സന്ധ്യയ്ക്ക് മുമ്പ് വീടെത്താൻ നോക്ക്, റുബീന ടീച്ചർ പറഞ്ഞു. ഓ ശരി ടീച്ചറെ. അല്ല കയറുന്നോ? ഒരു ലിഫ്റ്റ് തരാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നീ വേഗം ചെല്ലാൻ നോക്ക്. ഓ ആയിക്കോട്ടെ, എന്നാൽ ശരി, നാളെ കാണാം, ബായ്. അതും പറഞ്ഞ് അവൻ കാറ് വിട്ടു. മൂവരും ദേഷ്യത്തോടെ അവനെ നോക്കി. വഷളൻ, ആ പ്രിൻസിപ്പളിനോട് എത്ര പറഞ്ഞതാ അവനെ പുറത്താക്കാൻ, കേൾക്കണ്ടേ? അബ്കാരി കോൺട്രാക്ടർ ദിനേശ് പണിക്കരുടെ മകനല്ലേ, ആ പരിഗണന വെച്ച അവൻ എല്ലാ തോന്നിയ കാണിക്കുന്നത്, റുബീന ടീച്ചർ പറഞ്ഞു. ഏതായാലും പ്രിയ ടീച്ചർ ഒന്നൊരു സൂക്ഷിച്ചോളൂ കേട്ടോ. ടീച്ചറുടെ മേലെ അവനൊരു കണ്ണുണ്ട്, എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ്, മെറീന പറഞ്ഞു. പ്രിയ അസ്വസ്ഥതയോടെ അവിടെ തന്നെ നിന്നു. അപ്പോഴേക്കും ബസ് വന്നു. എല്ലാവരും ബസ്സിൽ കയറി. സ്റ്റോപ്പിലിറങ്ങി അസ്വസ്ഥതയോടെ എന്തോ ആലോചിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു പ്രിയ. പെട്ടെന്ന് പിന്നിൽ നിന്ന് ഒരു ഹോണടിക്കിട്ട് അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. കാറിലിരിക്കുന്ന ആളെ അവൾ ഭീതിയോടെ നോക്കി. തുടരും.